ഹലോ എവ്രി വൺ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന സാംസങ്ങിൻ്റെ ലേറ്റസ്റ്റ് ഫോണായ സാംസങ് ഗാലക്സി S24 അൾട്രയുടെ കുറച്ച് ലീക്കേജ് ആയിട്ട് വന്ന ഇമേജും റൂമേഴ്സൊക്കെ ചേർത്ത് ചെറിയൊരു വീഡിയോ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ വന്ന റൂമേഴ്സ് പ്രകാരം എല്ലാവരും ഇത് കമ്പയർ ചെയ്യുന്ന ഐഫോണിൻ്റെ കോപ്പി ആയിട്ടുള്ള ഒരു ഫോണായിട്ടാണ്. അപ്പോൾ അത് അങ്ങനെയാണോ? നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ പറയുന്നത് ടൈറ്റാനിയം ബോഡിയാണ്. ഫസ്റ്റായിട്ട് ഇത് ചെയ്തത് ആപ്പിളിലായിരുന്നു. അതിപ്പോൾ വീണ്ടും സാംസങ് കോപ്പി അടിച്ചിട്ട് സാംസങ്ങിൻ്റെ ബോഡി ടൈറ്റാനിയം ആക്കി എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു പെർസ്പെക്റ്റീവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരപ്പെടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ള ഫോണുകളിലും പ്രീമിയം ഫോണുകളിൽ ടൈറ്റാനിയം ബോഡി വരുമ്പോൾ ഇപ്പോൾ പ്ലാസ്റ്റിക് ബോഡി കൊടുക്കുന്നിടത്ത് മെറ്റൽ ബോഡി ആവും. അപ്പോൾ അത് ഉപകാരപ്പെടും, ബാക്കിയുള്ളവർക്ക് ഒരു പ്രീമിയം ഫോണൊക്കെ ഇനി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അതുകൊണ്ടിപ്പോൾ എനിക്കൊരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഇനി തന്നെ ഫോണുകളിലൊക്കെ ടൈറ്റാനിയം ബോഡി വരും എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം, അല്ലെങ്കിൽ കണ്ടിരുന്ന് കാണാം എന്നുള്ള കാര്യമാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് അതിൻ്റെ ഡിസ്പ്ലേ ആണ്. സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ എന്ന് പറഞ്ഞൊരു കർവ്ഡ് ഡിസ്പ്ലേ ആയിരുന്നു നേരത്തെ വന്നിരുന്ന ഫോണുകളിൽ. അത് നല്ല അടിപൊളി ഡിസ്പ്ലേ ആയിരുന്നു സാംസങ്ങിൻ്റെ ഡിസ്പ്ലേ വരുന്നത്. പക്ഷേ ഇനി വരുന്ന ഫോണുകളിൽ ഇതൊക്കെ ഫ്ലാറ്റ് ഡിസ്പ്ലേ ആയിട്ട് തന്നെ, കർവ്ഡ് ഡിസ്പ്ലേ അല്ല സാംസങ് S24 അൾട്രയിൽ തന്നെ. അപ്പോൾ ഇതെല്ലാവരും കമ്പയർ ചെയ്യുന്നത് ആപ്പിളിൻ്റെ ഫോണിന് കർവ്ഡ് ഡിസ്പ്ലേ എന്നല്ല, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേയും ഡിസൈനും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് സോണി Xperia ഫോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ്. ഇതിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പണ്ടത്തെ സോണി Xperia ഫോണുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ സോണി Xperia ഫോണുകളുടെ ഒരേ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിൽ കണ്ടു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ഡിസ്പ്ലേയും സൈഡിലായിട്ട് തന്നെ കർവ്ഡ് ടൈപ്പുള്ള ബോഡിയും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു സോണിയുടെ ഒരു ഫോണായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് അടുത്തതായിട്ടുള്ളത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. One UI 6 വരുന്നത്. ഇത് ഏകദേശം നമ്മുടെ ഐഫോണിൻ്റെ iOSന് ഏകദേശം സെയിം ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെയാണ്. കാരണം പഴയ തൊട്ടുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏകദേശം ഐഫോണിൻ്റെ ഒരു ചാവിലേക്കാണ് വന്നുകൊണ്ടിരുന്നത്. 6 വന്നതോടെ 70-80% iOSൻ്റെ സിസ്റ്റം തന്നെയാണെന്ന് തന്നെ പറയാൻ പറ്റും. പിന്നെ അടുത്തതായി വന്നൊരു മാറ്റം എന്ന് പറഞ്ഞാൽ ക്യാമറ എല്ലാവരും അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ സാംസങ് അവരുടെ ക്യാമറയുടെ ഇത് ഡൗൺഗ്രേഡാണ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ 50 മെഗാ പിക്സലിൻ്റെ 10x ഒപ്റ്റിക്കൽ സൂമിൽ നിന്ന് 5x ഒപ്റ്റിക്കൽ സൂമിലേക്കായിട്ട് കുറച്ചു. ഇതിപ്പോൾ പ്രീമിയം ആയിട്ട് വരുന്ന ആപ്പിളിൻ്റെ ഫോണായാലും ഗൂഗിളിൻ്റെ ഫോണൊക്കെ 5x ഒപ്റ്റിക്കൽ സൂം കൊടുക്കുന്ന അതിലേക്കായിട്ടാണ് ഡൗൺഗ്രേഡാണ് ചെയ്തത്. നോർമലി ഏതൊരു ഫോൺ വരുമ്പോൾ നമ്മൾ അപ്ഗ്രേഡാണ് പ്രതീക്ഷിക്കുമ്പോൾ ഇവിടെ ഡൗൺഗ്രേഡാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത് തന്നെയാണ് സ്നാപ്ഡ്രാഗൺ 8 Gen 3 പ്രോസസ്സർ വരും. അൾട്രയിൽ മാത്രമാണ് വരുന്ന കാര്യം ഇപ്പോൾ പറഞ്ഞതാണ്. ബാക്കി തന്നെ ബേസ് മോഡലിലൊക്കെ എക്സിനോസിൻ്റെ ചിപ്പ് സെറ്റ് വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ S24 അൾട്രയുടെ ഉള്ള പ്രത്യേകതകളായിട്ടുള്ള ഡിസ്പ്ലേ 6.8 AMOLED 144 Hz ഡിസ്പ്ലേയും എസ് പെന്നിൻ്റെ ഇതും 200 മെഗാ പിക്സലിൻ്റെ ക്യാമറ 5000 mAh ബാറ്ററി, അങ്ങനെ എല്ലാം ഇതിൽ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഈ സാംസങ് ഫോണുകളിൽ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിന് ശേഷം സ്ക്രീനിൽ തന്നെ ഗ്രീൻ ലൈനിൽ പുതിയ ഫോൺ മേടിക്കുമ്പോൾ കിട്ടുന്ന ക്യാമറ പെർഫോമൻസ് പിന്നീട് നമ്മുടെ സോഫ്റ്റ്വെയർ അപ്ഗ്രേഡിൽ കിട്ടാതെ വരുന്ന ഒരിതുണ്ട്. പിന്നെ ബാറ്ററിയിൽ തന്നെ ഇഷ്യൂസ്. അങ്ങനെ ഇവർ പ്രീമിയം ഫോൺ കൊടുക്കുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ഫോണിൻ്റെ ഒരു കൺക്ലൂഷനായിട്ട് പറയാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത്. ഒരു സോണി Xperia'യുടെ ഫോണിൽ നമ്മുടെ ഐഫോണിൻ്റെ iOS സിസ്റ്റം ആൻഡ്രോയിഡിൻ്റെ UI വെച്ച് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അങ്ങനെയായിട്ടാണ് എനിക്ക് തോന്നിയത്. ബാക്കിയൊക്കെ നമ്മൾ ഫോൺ ലോഞ്ച് ചെയ്തതിന് ശേഷം കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ.